പ്രിയമുള്ളവരെ നമസ്കാരം. പഴഞ്ചൻ പ്രണയം, റോണി ഡേവിഡ് രാജ്, അസീസ് നെടുമങ്ങാട്, വിൻസി അലോഷ്യസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി കിരൺലാലിൻ്റെ തിരക്കഥയിൽ ബിനീഷ് കളരിക്കൽ സംവിധാനം ചെയ്ത പഴഞ്ചൻ പ്രണയം എന്ന മലയാള സിനിമ തിയേറ്ററിൽ റിലീസായിട്ട് മാസങ്ങളായെങ്കിലും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് സൈന പ്ലേയിൽ സിനിമ വന്നിരിക്കുന്നത്. സ്റ്റാൻലി ജോഷുവായും വൈശാഖ് രവിയും ചേർന്നാണ് പഴഞ്ചൻ പ്രണയം നിർമ്മിച്ചിട്ടുള്ളത്. ക്യാമറ അമോഷ് പുതിയാറ്റിലും എഡിറ്റിംഗ് അരുൺ രാഘവും നിർവഹിച്ചിരിക്കുന്നു. BK ഹരിനാരായണന്റെ വരികൾക്ക് സതീഷ് രഘുനാഥനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഈ സിനിമ പലർക്കും തിയേറ്ററിൽ കാണാൻ സാധിച്ചിട്ടില്ല. ഇനി സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ, സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ നായകൻ വിവാഹം കഴിച്ചിട്ടില്ല. വയസ്സ് 40 കഴിഞ്ഞു. പെണ്ണ് കിട്ടുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, നായകനാണെങ്കിൽ ഒരു പഴഞ്ചനാണ്. മാത്രമല്ല, നായകൻ്റെ വീട്ടിൽ സുഖമില്ലാത്തൊരു അച്ഛനും പിന്നെ ഈ നായകനും മാത്രമാണുള്ളത്. ചെറുപ്പത്തിലേ ഉണ്ടായ ഒരു ആക്സിഡൻറ്റിൽ അമ്മ നഷ്ടപ്പെടുകയും അച്ഛൻ്റെ തലയ്ക്ക് ശക്തമായ അടിയേൽക്കുകയും അതുകൊണ്ട് അച്ഛന് ഓർമ്മശക്തി നഷ്ടപ്പെടുകയും ചെയ്ത ആ അച്ഛന് വേണ്ടി ഒരു ഗവൺമെൻറ് ജോലി ഉണ്ടായത് കളഞ്ഞിട്ട് അച്ഛന് കൂട്ടിരിക്കുന്നതാണ് നമ്മുടെ നായകൻ. അത്തരത്തിലുള്ളൊരു കുടുംബത്തിലേക്ക് ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് റോണിയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ ആ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. റോണിയുടെ അഭിനയ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു വേഷം ഇതുവരെ റോണി ചെയ്തിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടുമില്ല. കിട്ടിയ ഈ വേഷം വളരെ നന്നായിട്ട്, അദ്ദേഹം നല്ലൊരു ആക്ടറാണെന്ന് ഈ സിനിമയിലൂടെ ഇതിനു മുമ്പും തെളിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ സിനിമയിലൂടെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ റോണിയുടെ നായികയായിട്ട് അഭിനയിക്കുന്ന വിൻസി അലോഷ്യസ്, വിൻസിയും എന്തൊരു ലെവലാണ് ആ കുട്ടിയുടെ അഭിനയം. താൻ ചെയ്തു പോയ ഏതൊരു കഥാപാത്രത്തിൻ്റെ കൂടെയും വിൻസിയുടേതായിട്ടുള്ള ഒരു കയ്യൊപ്പ് ചാർത്തിയിട്ടാണ് ആ കുട്ടി സിനിമയിൽ നിറഞ്ഞു നിൽക്കുക. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും. പിന്നെ ഈ പറഞ്ഞ പോലെ വിൻസിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന രമേഷ് കുർമശ്ശേരി, പുള്ളി കുറച്ച് നേരം ഉള്ളെങ്കിൽ പോലും വളരെ നന്നായിട്ട് തന്നെ തൻ്റെ ഭാഗം ചെയ്തിട്ടുണ്ട്. പിന്നെ വിൻസിയുടെ കൂട്ടുകാരിയായിട്ട് അഭിനയിക്കുന്ന ഒരു നടിയുണ്ട്, അവരും വളരെ നന്നായിട്ടുണ്ട്. വിൻസിയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്ന സ്ത്രീയും വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവൻ്റെ കൂട്ടുകാരനും, അതായത് നായകൻ്റെ കൂട്ടുകാരനും ഒരു ബ്രോക്കറുമായിട്ടാണ് അസീസ് നെടുമങ്ങാട് ചെയ്തിരിക്കുന്നത്. അസീസ് നെടുമങ്ങാടും തൻ്റെ ഭാഗം വളരെ ക്ലിയർ ആയിട്ട് തന്നെ, കുറച്ചുള്ളെങ്കിൽ പോലും ആ ഭാഗം വളരെ ക്ലിയർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് കോട്ടയം പ്രദീപാണ്. 2 വേഷങ്ങളിലെ കോട്ടയം പ്രദീപ് ഉള്ളൂ. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. എങ്കിലും ആ 2 വേഷങ്ങൾ കോട്ടയം പ്രദീപ് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 1.25 മണിക്കൂർ നമുക്ക് സന്തോഷിക്കാനുള്ള, സിനിമ കണ്ട് പുറത്തിറങ്ങുന്നവൻ്റെ ചുണ്ടിൽ ഒരു ചിരി, ഒരു പുഞ്ചിരി ഉണ്ടാവും ഈ സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ. ഒരു ദ്വയാർത്ഥ പ്രയോഗങ്ങളില്ല, അസഭ്യങ്ങളില്ല, മറ്റു ഇൻറ്റിമേറ്റ് സീനുകളൊന്നുമില്ല. നല്ലൊരു പ്രണയമുണ്ട്, നല്ല മനോഹരമായ പാട്ടുകൾ, എല്ലാം കൊണ്ടും ഒരു ഫാമിലിക്ക് കാണാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു ചിത്രമാണ്. എല്ലാവരും പോയി കാണണം ഈ സിനിമ. ഇനിയിപ്പോൾ തിയേറ്ററിലൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സൈന പ്ലേയിൽ ഈ സിനിമയുണ്ട്, നിങ്ങളെല്ലാവരും കാണണം. ഇനി നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് എഴുതിയിടുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.